ദേ ഇങ്ങനെ ഇരുന്ന ഡെസ്ക് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ദേ ഇങ്ങനെ ആക്കി മാറ്റിയാലോ. പിന്നെ ഈ ഒരു കോലം ഇപ്പം മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാരണം ഇത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ മിസ്സാവും. അപ്പം ആദ്യം നമുക്ക് ദേ ഇവനൊന്ന് മുടുക്കനാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ആ ബെഡിലേക്ക് അങ്ങോട്ട് കമത്തിയിടാം. അപ്പോൾ ബെഡ് മിസ്സാവും. ഇനി ബെഡിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആ ബെഡിലിരിക്കുന്ന സാധനങ്ങൾ മൊത്തം പിന്നെ ദേ ഈ ഡെസ്കിൽ കൊണ്ടുവന്ന് പിന്നെയും തട്ടും. അങ്ങനെ ഡെസ്കും പിന്നെയും മിസ്സാവും. ഇതാണ് ഇപ്പം എൻ്റെ ഒരു അവസ്ഥ. ഇതൊരു സൈക്കിള് പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്താണ് ആ ഒരു മോചനം കിട്ടുക. അപ്പോൾ ദേ നമ്മുടെ ഡെസ്ക് ഇവിടെ സുന്ദര കുട്ടപ്പനായിട്ട് ദേ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്ന് നിറയ്ക്കാം, അത്രേ ഉള്ളൂ. ഈ ഡെസ്കിലാണെങ്കിൽ ആവശ്യത്തിനേക്കാളും കൂടുതൽ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഡെസ്കിനെങ്ങാനും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊടിയെന്നായിരിക്കും അത് ആദ്യം എന്നോട് പറയാം. എന്തോ ഈ സാധനങ്ങളൊന്നും അങ്ങെടുത്ത് കളയാൻ തോന്നാറില്ല. ആ പേന ഇടണയിൽ പോലും തെളിയാത്ത പേനകളുണ്ടാവും. അത് കളയാൻ ഞങ്ങളുടെ മനസ്സ് അനുവദിക്കാറില്ല, അതാണ് ഒരു സത്യം. പിന്നെ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയും പോലെ 2025 കുഞ്ഞു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടാ അതാ ജനലിൽ തൂങ്ങിക്കിടക്കാന്നല്ലാണ്ട് അതിലേക്കൊരു കണ്ണ് പോലും വെക്കാറില്ല ഞാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിപ്പോൾ 2026 ആയല്ലോ, ഇതെന്ത് 25 കഥ പറയണേന്ന്. ഈ വീഡിയോ എടുത്തു വെച്ചത് 25 കണ്ടോ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ മടിയുടെ ഇൻറ്റൻസിറ്റി മനസ്സിലായില്ലേ. ഈ വീഡിയോ ഇവിടെ കിടന്ന് പുഴുത്തു പോകുകയുള്ളൂ. ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ, ഇവിടെ കിടന്നോട്ടെ അല്ലേ. എന്തായാലും ഈ ജനൽ ഇവിടെ ഉള്ളത് നന്നായി. പകുതി സാധനങ്ങൾ ആ ജനലിലേക്ക് കുത്തിക്കയറ്റി വെക്കാം. ഇല്ലെങ്കിൽ ആ ടേബിളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൈ കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഇതിലിരിക്കുന്ന പകുതി സാധനങ്ങളും ഒരു ഷെൽഫിൽ വെച്ച് അടക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ടേബിൾ ഒന്ന് ശ്വാസം വിട്ടേനെ. പക്ഷെ എന്തോ ഇവർ കണ്ണിന് മുമ്പ് കണ്ടില്ലെങ്കിൽ ഒരു വിഷമമാണ്. അതുകൊണ്ടാണ് ഇവരെ നീട്ടിപ്പിടിച്ച ജനലിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം പോലെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ ടേബിൾ മേക്ക് ഓവർ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ കാണുന്നത് ക്രോഷ്യ പഠിക്കാൻ വേണ്ടി വെച്ച യാണും പൊക്കൊക്കെയാണ്. അതും കൊട്ടയിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. എന്തോ ആ കാര്യത്തിൽ മാത്രം നടക്കാൻ പാടില്ലാത്തത് നടന്നു. എന്താന്നല്ലേ, ഞാൻ ക്രോഷ്യ പഠിച്ചു ഗൈസ്. അത് നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇനി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിലും സാരമില്ല, ഇനി അങ്ങോട്ട് കൂടി കൂട്ടിക്കൂടെ. അപ്പോൾ നമ്മൾ ആ പെട്ടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും പയ്യെ എടുത്തിട്ട് ഡെസ്കിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ബെഡിൽ നിന്നാണെങ്കിൽ സാധനങ്ങൾ എടുത്തു വരുന്നതനുസരിച്ച് ഇതിന് കൂടി വരുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വെച്ചിട്ടും വെച്ചിട്ടും തീരണില്ല. ഹാവൂ, നമ്മുടെ ഡെസ്ക് സെറ്റപ്പ് ഇവിടെ എന്തായാലും അവസാനിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പട്ടിഷൻ നിങ്ങളൊന്ന് സഹിക്കാട്ടോ. ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതല്ലേ. ഈ ട്രാൻസിഷൻ കാണിക്കുന്നവരൊക്കെ സമ്മതിക്കണം, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ തന്നൊന്ന് സപ്പോർട്ടാക്കണേ. അപ്പം ശരി, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.